വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KTU എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 3 വീഡിയോസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 2 വരെയുള്ള നമ്മൾ നേരത്തെ ചാനൽ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് മൊഡ്യൂൾ 3 വീഡിയോസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ മൊഡ്യൂൾ 3 നമുക്ക് മെയിനായിട്ട് 2 ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് സെക്ഷൻ ഓഫ് സോളിഡ്സ് ആണ്. സെക്ഷൻ ഓഫ് സോളിഡ്സും സെക്കൻഡ് പാർട്ട് വരുന്നത് ഡെവലപ്മെന്റ് ഓഫ് സോളിഡ്സും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സെക്ഷൻ എന്താണെന്ന് നോക്കാം. സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സിലബസിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഗ്രൗണ്ട് അല്ലെങ്കിൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP ആണ്. അതായത് നേരെ വെർട്ടിക്കലി നിൽക്കുന്ന ഒരു സോളിഡ്, നേരെ ഇങ്ങനെ HP-യിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു സോളിഡാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. നമുക്ക് ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് അതിന്റെ കട്ട് ചെയ്ത് കഴിഞ്ഞു റിമൈനിങ് പോർഷൻസ് ഒക്കെ ആയിരിക്കുന്നതാണ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് നോക്കേണ്ടത് സെക്ഷൻ ആണ്. ഇപ്പോൾ ഓർ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ആയിരിക്കും, അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഡെവലപ്മെന്റ് ആയിരിക്കും വരിക. ഈ മൊഡ്യൂളിൽ 2 ടൈപ്പ് സെക്ഷൻ പ്ലെയിൻസ് ആണ് വരിക. ഒന്ന് പെർപെൻഡിക്കുലർ ടു HP, പെർപെൻഡിക്കുലർ ടു VP. അതായത് സെക്ഷൻ പ്ലെയിൻ ഒരു കേസിൽ പെർപെൻഡിക്കുലർ ടു HP, ഒരു കേസിൽ പെർപെൻഡിക്കുലർ ടു VP. 2 കേസാണ് സെക്ഷനിൽ വരിക. ഓക്കെ, ഇത് HP, ഇതൊരു വെർട്ടിക്കൽ പ്ലെയിൻ VP ആണെങ്കിൽ ഇതാണ് ഒരു സെക്ഷൻ പ്ലെയിൻ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പൊ ഈ സെക്ഷൻ പ്ലെയിൻ ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് പെർപെൻഡിക്കുലർ ടു VP ആണ്. VP എന്ന് പറയുമ്പോഴത്തേക്കും വെർട്ടിക്കൽ പ്ലെയിൻ VP പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വരാം. അപ്പൊ ഈ ഡയറക്ഷനിൽ വന്ന് കട്ട് ചെയ്താലും VPക്ക് എന്താണ് പെർപെൻഡിക്കുലർ ആണ്. നമ്മളിവിടെ നോക്കുമ്പോൾ VPക്ക് പെർപെൻഡിക്കുലർ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് പെർപെൻഡിക്കുലർ ടു VP. ദെൻ പെർപെൻഡിക്കുലർ HP എന്ന് പറഞ്ഞാൽ നേരെ മുകളിൽ നിന്ന് താഴേക്ക്. എപ്പോഴും നമ്മൾ സോളിഡ് ഇവിടെ ഹൊറിസോണ്ടലാണ്, അതായത് ആക്സിസ് വെർട്ടിക്കൽ ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആക്സിസ് പെർപെൻഡിക്കുലർ HP ആണ് വയ്ക്കുക. പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് കട്ട് ചെയ്ത് കളയുന്നതാണ് കട്ടിങ് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP എന്ന് പറയുന്നത്. മറ്റേത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഈ ഒരു പ്ലെയിൻ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് പെർപെൻഡിക്കുലർ ടു VP. നമ്മളൊരു കട്ട് ചെയ്തൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓൾറെഡി കട്ട് ചെയ്തൊരു നോക്കാം. ഇതൊരു പെന്റഗണൽ പ്രിസമാണ്. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, പെന്റഗണൽ പ്രിസം നമുക്ക് കട്ട് ചെയ്യുന്ന നോക്കാം. ഇതൊരു പെന്റഗണൽ പ്രിസമാണ്, പെന്റഗണൽ ഷേപ്പിലുള്ള പ്രിസമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പെർപെൻഡിക്കുലർ ടു VP ഉള്ള പ്ലെയിൻ, അതായത് ഈ ഒരു പ്ലെയിൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഈ പ്ലെയിൻ വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ കട്ട് ചെയ്തിട്ട് നമ്മൾ ടോപ്പ് പോർഷൻ ഈ പോർഷൻ റിമൂവ് ചെയ്യും. ഇതാണ് നമ്മുടെ ഷേപ്പ്. അതായത് ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ടു VP ഇങ്ങനൊരു പ്ലെയിൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്ലെയിൻ വെച്ച് ഇങ്ങനെ നേരെ കംപ്ലീറ്റ് കട്ട് ചെയ്തു, ഫുള്ള് കട്ട് ചെയ്ത് റിമൈനിങ് പോർഷനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഈ പോർഷന്റെ ഫ്രണ്ട് വ്യൂ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. ഇതായിരിക്കും എൻ്റെ ടോപ്പ് വ്യൂ വരിക. ഇത് പെന്റാണ്. ഇതിന്റെ ടോപ്പ് വ്യൂല് സെക്ഷൻഡ് ആയിട്ട് ആയിരിക്കും, കാരണം ഇത്ര പോർഷൻ റിമൂവ് ആയിപ്പോയി. ഇപ്പം ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. ദെൻ ട്രൂ ഷേപ്പ്, അതായത് ടോപ്പ് വ്യൂ നമുക്ക് ഒരിക്കലും ട്രൂ ഷേപ്പ് കിട്ടില്ല. ട്രൂ ഷേപ്പ് കിട്ടണം നമ്മൾ കറക്റ്റ് ഈ കാണുന്ന ഒരു ഷേപ്പ്, ഇതാണ് ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഷേപ്പ് കൂടെ വരയ്ക്കാം. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ, അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞു ഒരു ഇങ്ങനെ പെർപെൻഡിക്കുലർ ടു VP, അതായത് VPക്ക് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ VPക്ക് പെർപെൻഡിക്കുലർ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഈ എന്തോ ഓറിയന്റേഷനിലും കട്ട് ചെയ്താലും VPക്ക് പെർപെൻഡിക്കുലർ, ഇങ്ങനെ കട്ട് ചെയ്താലും ഇങ്ങനെ കട്ട് ചെയ്താൽ. ഓക്കെ, അപ്പോൾ VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്തു. ദെൻ നമുക്ക് വേണ്ടത് അതിന്റെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ. ഈ ഫ്രണ്ട് വ്യൂ ചോദിക്കാം. ദെൻ സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കണം. ദെൻ ഇതിന്റെ ട്രൂ ഷേപ്പ് കാണാൻ പറ്റുന്ന ആംഗിൾ ഏതാണെന്ന് വെച്ചാൽ ആ ആംഗിൾ വെച്ച് ട്രൂ ഷേപ്പും വരയ്ക്കണം. അപ്പൊ ഇതാണ് ഫസ്റ്റ് കേസ്, സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP എന്നുള്ള കേസ്. അതായത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അതാണ് പെർപെൻഡിക്കുലർ ടു VP. ദെൻ നമുക്കുള്ളത് പെർപെൻഡിക്കുലർ ടു HP ആണ്. ആ കേസിൽ നമുക്കൊരു ഫിഗർ നോക്കാം. സ്ക്വയർ പ്രിസം, അതിന് നമ്മൾ പെർപെൻഡിക്കുലർ ടു HP-യിൽ കട്ട് ചെയ്യും. പെർപെൻഡിക്കുലർ HP നമ്മൾ നേരത്തെ വന്ന് മുകളിൽ നേരെ താഴേക്ക്, അതായത് ഇങ്ങനെ ഏത് ഓറിയന്റേഷനിൽ കട്ട് ചെയ്താൽ പെർപെൻഡിക്കുലർ ടു HP ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ സോളിഡ് നമ്മൾ ഈ ഡയറക്ഷൻ കൊണ്ടുവന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തതാണ്. ബാക്കിയുള്ള ഈ ഒരു സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആണോ എന്നറിയില്ല. ഈ എഡ്ജ് കണ്ട് ഇവിടെ കട്ടിങ് എഡ്ജ് ഉണ്ട്. ദെൻ അതായത് കട്ട് ചെയ്ത് പോയ പോർഷനാണ് ഫ്രണ്ട് പോർഷൻസ്. ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് സോൾഡ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ദെൻ ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം.
നേരത്തെ പറഞ്ഞാൽ ഈ ട്രൂ ഷേപ്പ് കിട്ടുന്ന വ്യൂ, അതായത് ഈ ഒരു ഷേപ്പ് കറക്റ്റ് കാണാൻ പറ്റുന്ന ആംഗിൾ ഏതാണോ ആ ആംഗിളാണ് ട്രൂ ഷേപ്പ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു വ്യൂ കൂടെ വരയ്ക്കണം. നിങ്ങൾ ഈ ഒരു ലൈൻ അത്ര ക്ലിയർ അല്ല, ഇവിടെ ആ ലൈൻസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ 2 ലൈൻസ്. അപ്പൊ ഇതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. അതുപോലെ ഇതിന്റെ ട്രൂ ഷേപ്പ് കിട്ടുന്ന ഏത് ആംഗിളാണോ ആ ആംഗിളിലുള്ള വ്യൂ വരയ്ക്കണം. ഇതാണ് 2 സെക്ഷൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് സെക്ഷനിൽ വരിക. നമ്മൾ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ടു VP വരാം. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയിൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അതായത് ഈ ഒരു പ്ലെയിൻ യൂസ് ചെയ്തിട്ട് ഇതിനൊരു ആംഗിൾ കാണും. അതായത് പെർപെൻഡിക്കുലർ ടു VP ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ എപ്പോഴും തരുന്നത് HP ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും. അതായത് HP ഇംഗ്ലേഷൻ 0 ആണെങ്കിൽ ഇങ്ങനെ വരും, 90 ആണെങ്കിൽ ഇങ്ങനെ വരും. പിന്നെ ആംഗിൾ മാറുന്നതനുസരിച്ച് ഇപ്പോൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ചിട്ട് ഇങ്ങനെ ഫുൾ കട്ട് ചെയ്ത് പോകുന്നത്. അതാണ് പെർപെൻഡിക്കുലർ ടു VP. ദെൻ പെർപെൻഡിക്കുലർ HP എന്ന് പറയുമ്പോഴും അതിന് ആംഗിൾസ് വരാം. നേരെ താഴെ വരുന്നതിന് വരാം. ഇങ്ങനെ ഓറിയന്റേഷൻ ഇപ്പം HP ആംഗിൾസ് ആയിരിക്കും അവിടെ പറയാം. സോറി, പെർപെൻഡിക്കുലർ HP ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അതായത് ഇങ്ങനെ പല രീതിയിലുള്ള കട്ടിങ്. അതായത് ഇപ്പം നമ്മൾ കാണിച്ച പോലെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് നേരെ മുകളിൽ നിന്ന് താഴേക്ക് കട്ട് ചെയ്യാനും അതുപോലെ ആയിരിക്കും അവിടെ വരിക. അപ്പൊ ഇതിന് ആംഗിൾ വരുന്ന പെർപെൻഡിക്കുലർ ടു VP ആംഗിൾ. ഇവിടെ HP പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെ വെച്ച് കട്ട് ചെയ്താലും HP ഇങ്ങനെ കട്ട് ചെയ്താലും ഇതെല്ലാം HP പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ VP ആംഗിൾ ആയിരിക്കും അവിടെ വരിക. അപ്പൊ അങ്ങനെയാണ് 2 സെക്ഷൻ പ്ലെയിൻസ്. അതായത് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP, പെർപെൻഡിക്കുലർ ടു VP ആണ് നമുക്ക് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് നമുക്ക് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് HP റെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു സെക്ഷൻ ഓഫ് സോളിഡ്സിൽ 2 ടൈപ്പ് സെക്ഷൻ പ്ലെയിൻസ് ആണുള്ളത്. ഒന്ന് സെക്ഷൻ പ്ലെയിൻ, നേരത്തെ പറഞ്ഞാണ് സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നത് പെർപെൻഡിക്കുലർ ടു VP. അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആയിട്ടുള്ള പ്ലെയിൻസിന്റെ സെക്ഷൻ വരാം. പെർപെൻഡിക്കുലർ ടു VP ആയിട്ടുള്ള കേസസും വരാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് പെർപെൻഡിക്കുലർ ടു VP കേസാണ്. അതായത് ഇവിടെ നമുക്ക് സെക്ഷൻ ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു VP ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. A square prism of base side 30 mm and height 75 mm rests on HP on one of its ends with 2 of its rectangular faces equally inclined to VP. It is cut by a plane perpendicular to VP and inclined at 60 degree to HP, meeting the axis at 15 mm from the top. Draw its elevation, sectional plan and true shape of the section. What is the maximum width W and length L of the section? ഓക്കെ, അപ്പൊ സെക്ഷന്റെ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയും പാരാമീറ്റേഴ്സ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം ഏത് സോളിഡ് ആണ് എന്നുള്ളത് തന്നിട്ടുണ്ടായിരിക്കും. സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതായത് സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് HP അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും. റെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് പറയാം. ഇവിടെയാണെങ്കിൽ സോളിഡ് സ്ക്വയർ പ്ലസ് ആണ് പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് 2 of its rectangular faces equally inclined to VP. അങ്ങനെ ഒരു കണ്ടീഷൻ പറയാം. സോളിഡ് ഏതാന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടീഷൻ പറഞ്ഞു, റെസ്റ്റ് ചെയ്യുന്നതിന്റെ കണ്ടീഷൻ പറഞ്ഞു. ദെൻ സെക്ഷൻ പ്ലെയിൻ കണ്ടീഷൻ. സെക്ഷൻ പ്ലെയിൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഏത് പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. എപ്പോഴും സെക്ഷൻ പ്ലെയിൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നെന്ന് പറയും, ഒരു ആംഗിൾ പറയും. ആംഗിൾ വിത്ത്, ഇത് പെർപെൻഡിക്കുലർ ടു VP ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആംഗിൾ വിത്ത് HP അല്ലെങ്കിൽ ആംഗിൾ വിത്ത് ഗ്രൗണ്ട് അല്ലെങ്കിൽ ആംഗിൾ വിത്ത് ആക്സിസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും സെക്ഷൻ പ്ലെയിൻ കണ്ടീഷനാണ്. ഇത് രണ്ടും, സോറി മൂന്നെണ്ണം. ഏത് പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്, ദെൻ HP യോടുള്ള ആംഗിൾ, അതായത് ഒരു ആംഗിൾ ഒന്നെങ്കിൽ ഏതൊരു HP ഗ്രൗണ്ട് അല്ലെങ്കിൽ ആക്സിസ് ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കാം. ഒരു പോയിന്റ് ഒരു ആംഗിളും വെച്ച് നമുക്ക് സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് മുമ്പ് സോളിഡിന്റെ പൊസിഷൻ ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സോളിഡ് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നുള്ള പൊസിഷൻ ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള പാരാമീറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ എക്സെലും വരയ്ക്കണം. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് two of its rectangular faces equally inclined to VP. HP യിലാണ് ബേസ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെ ആയിരിക്കും റെസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേണ്ടത് 2 of its rectangular faces equally inclined to VP. ഇപ്പൊ ടോപ്പ് വ്യൂ വരുമ്പോൾ നമുക്ക് ഈ 2 റെക്ടാങ്കുലർ ഫേസും ഈക്വലി ഇൻക്ലൈൻഡ്, അതായത് ഈ ഒരു പൊസിഷൻ വേണം വരാൻ. ഇപ്പൊ ഇത് റെക്ടാങ്കുലർ ഫേസ് ആണ്, ഇത് മറ്റൊരു റെക്ടാങ്കുലർ ഫേസ് ആണ്. ഈ 2 റെക്ടാങ്കുലർ ഫേസസും VPക്ക് ഈക്വൽ ഇൻക്ലൈൻഡ് ആയിരിക്കും. അതായത് ഈ ഒരു ആംഗിളും
ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ, ഈ രണ്ട് ആംഗിൾ സെയിം ആയിരിക്കണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ആംഗിൾ എത്ര ആയിരിക്കും? അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ആംഗിൾ എന്ന് പറയാൻ 45 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് 90 ആണ്. അപ്പോൾ ഇവിടെ ഒരു 45 ഡിഗ്രി ലൈൻ എടുത്ത് 45 ഡിഗ്രി ആംഗിൾ എടുത്ത് ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ ഒരു ബേസ് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേണ്ട രീതിയിൽ ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു സോൾഡ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ബേസ് ഫിഗർ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക. ദെൻ ഇതിന് നേരെ ഫ്രണ്ട് വരയ്ക്കണം. ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഷേപ്പ് ആയിരിക്കും വരിക. പിന്നെ അതിന് കട്ട് ചെയ്യുന്ന പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഏത് പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ടോപ്പിൽ നിന്ന് മീറ്റിംഗ് ദ ആക്സിസ് 15 mm ഫ്രം ദ ടോപ്പ്. അപ്പൊ ടോപ്പിൽ നിന്ന് താഴേക്ക് 15 mm ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ദെൻ ആംഗിൾ പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇവിടുന്ന് HP-ക്ക് 60 ഡിഗ്രി എന്നുള്ള രീതിയിൽ ഈ ആംഗിൾ 60 ഡിഗ്രി ഇങ്ങനെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് വേണ്ടത്. ഫസ്റ്റ് ബേസ് പൊസിഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ബേസ് എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ 45 ഡിഗ്രി അല്ലെങ്കിൽ ഈക്വലി ഇംഗ്ലണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 45 വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ഫേസസ് ഇംഗ്ലണ്ട് 45 ഡിഗ്രി ടു VP എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, ദെൻ നമുക്ക് സെക്ഷൻ പോയിന്റ് പാസ് ചെയ്യുന്ന പോയിന്റ് ടോപ്പിൽ നിന്ന് 15 mm താഴെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ആക്സിസിൽ മീറ്റ് ചെയ്യുന്നു 15 mm ഫ്രം ടോപ്പ്. ടോപ്പിൽ നിന്ന് 15 mm ഡിസ്റ്റൻസിൽ ആക്സിസിൽ മീറ്റ് ചെയ്യുന്നു ആൻഡ് മേക്കിംഗ് ആംഗിൾ ഓഫ് 60 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫിഗർ വരയ്ക്കും. നമുക്ക് വേണ്ടത് ശരിക്കും ഇവിടുത്തെ ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൺസ്ട്രക്ഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് നേരെ ഇത് ഫെയർ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസ് ഫിഗർ വരയ്ക്കാം. ഫസ്റ്റ് ലൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 45 ഡിഗ്രി ആംഗിൾ എടുത്ത് വരച്ചാലാണ് ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് കിട്ടുക. നമുക്കിവിടെ നേരെ 45 ഡിഗ്രി ഏതെങ്കിലും ഡയറക്ഷനിൽ എടുത്താൽ മതി. ഈ ഡയറക്ഷനിൽ 45 എടുക്കുകയാണെങ്കിൽ 45 ഡിഗ്രി ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ആ ലൈൻ എവിടെയും നമ്മുടെ ബേസ് സൈഡ് എന്ന് പറയുന്നത് 30 mm ആണ്. 30 mm ആണ് ബേസ്. നേരെ ഇവിടെ ഒരു 30 mm ബേസ് കട്ട് ചെയ്യും. ബേസ് കട്ട് ചെയ്തു. തന്നെ അവിടെ നിന്ന് ആ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് 90 ഡിഗ്രി എടുത്ത് സ്ക്വയർ പ്രസത്തിന്റെ ടോപ്പ് കംപ്ലീറ്റ് ചെയ്യണം. തേർട്ടി mm. സ്ക്വയർ പ്രസത്തിന്റെ ടോപ്പ് കംപ്ലീറ്റ് ആയി. നമ്മൾ നേരത്തെ നെയിം ചെയ്യുന്ന പോലെ തന്നെ നെയിം ചെയ്യാം. ABCD വിസിബിൾ അല്ലാതെ PQRS. നമുക്കിതിന്റെ സെൻട്രൽ ലൊക്കേറ്റ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പാണ്. നേരെ ഫ്രണ്ട് വ്യൂ. നമുക്കറിയാം പ്രസവമാണ്. ഫ്രണ്ടിന്റെ ഷേപ്പ് റെക്ടാങ്കിൾ ആയിരിക്കും. ആക്സിസിന്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് 25 mm. ആക്സിസ് ഹൈറ്റ് 25 mm ആണ് ഹൈറ്റ്. കുറച്ച് ലെങ്ത് കൂടിയ ഒരു ആക്സിസാണ്. സ്പേസ് നോക്കി വരയ്ക്കണം. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് ആയിട്ടാണ് എക്സാമിനും ചോദിച്ചായിരുന്നു ഈ സെയിം ക്വസ്റ്റ്യൻ.
ആക്ച്വലി ഇത് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഡാർക്കായിട്ട് വരയ്ക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് സെക്ഷൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഡാർക്ക് ആക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് വേഗം നെയിമിങ് കൊടുക്കാം. ABCD ആണ് മുകളിലത്തെ ബേസ് എടുത്തിരിക്കുന്നത്. അപ്പം A ഡാഷ് B ഡാഷ് C ഡാഷ് D ഡാഷ്, താഴെ വരുമ്പോൾ P ഡാഷ് Q ഡാഷ് R ഡാഷ് S ഡാഷ്. ഓക്കെ, അപ്പൊ നെയിമിങ് കംപ്ലീറ്റ് ചെയ്ത് ബേസ് ഫിഗർ കംപ്ലീറ്റ് വരച്ചു. ദെൻ വേണ്ട സെക്ഷൻ മുകളിൽ ലൊക്കേറ്റ് ചെയ്യുക. അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ 15 mm ഫ്രം ടോപ്പ് ആണെന്നാണ് പറഞ്ഞത്. അതായത് മീറ്റിംഗ് ദ ആക്സിസ് 15 mm ഫ്രം ടോപ്പ്. ഓക്കെ, ഇപ്പം മുകളിൽ നിന്ന് നേരെ 15 mm ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. പോയിന്റ് കൂടെ ആയിരിക്കും പാസ് ചെയ്യുക. അവിടെ മേക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി വിത്ത് HP ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 60 ഡിഗ്രി വിത്ത് HP ആണോ, റെയർ കേസിൽ ആക്സിസ് ആയിട്ടുള്ള ആംഗിൾ പറയാറുണ്ട്. അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയാൽ കംപ്ലീറ്റ് ആൻസർ മാറിപ്പോകും. ഈ കേസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 60 ഡിഗ്രി വിത്ത് HP ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പം ഇവിടുന്ന് 60 ഡിഗ്രിയിൽ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി സെക്ഷൻ പ്ലെയിൻ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യണം, എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. സെക്ഷൻ പ്ലെയിൻ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു ലോങ് ലൈൻ, ദെൻ ഒരു സ്മോൾ ലൈൻ, ഒരു ലോങ് ലൈൻ, സ്മോൾ ലൈൻ, ലോങ് ലൈൻ, സ്മോൾ ലൈൻ. ആ രീതിയിലാണ് സെക്ഷൻ പ്ലെയിൻ മാർക്ക് ചെയ്യേണ്ടത്. ഇത് ലോങ് ലൈൻ വരയ്ക്കുക, പിന്നെ ചെറിയ ലൈൻ വരയ്ക്കുക. അങ്ങനെയാണ് സെക്ഷൻ പ്ലെയിൻ മാർക്ക് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ എൻഡ് ഒന്ന് ഡാർക്ക് ആക്കുക. രണ്ട് എൻഡും ചെറുതായിട്ടൊന്ന് ഡാർക്ക് ആക്കുക. ദെൻ പെർപെൻഡിക്കുലർ ടു VP, നമ്മളിപ്പം ചെയ്യുന്ന പോലെ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ആണെങ്കിൽ ഇവിടെ രണ്ട് ആരോ മാർക്ക് കൊടുത്തിട്ട് വെർട്ടിക്കൽ ട്രേസ് എന്ന് കാണിക്കാൻ വേണ്ടി VT എന്ന് മാർക്ക് ചെയ്യാം. ഇത് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു പ്ലെയിൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാണ്. ഒരു പ്ലെയിൻ ഉണ്ട്, ഈ പ്ലെയിൻ വെച്ച് പെർപെൻഡിക്കുലർ ടു VP. ഇപ്പം ഇങ്ങനെയാണ് VP ഇരിക്കുന്നതെങ്കിൽ VP ഒരു പ്ലെയിൻ, അതായത് VPക്ക് ഇപ്പം ഇതാണ് VP. ഈ വെർട്ടിക്കൽ പ്ലെയിന് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് VP, ഈ ഒരു പ്ലെയിൻ VP ആണ്. നമ്മൾ വെർട്ടിക്കൽ ഒരു പെർപെൻഡിക്കുലർ ടു VP പ്ലെയിൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമ്പം നിങ്ങൾ ആക്ച്വലി ഫ്രണ്ട് വ്യൂവിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിന്റെ വെർട്ടിക്കൽ ട്രേസ് ആണ്. വെർട്ടിക്കൽ ട്രേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലെയിനിനെ മീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ലൈൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടിക്കൽ ട്രേസ്. ഇവിടെ പ്ലെയിൻ ആകുമ്പോൾ പ്ലെയിൻ എക്സ്റ്റെൻഡ് ചെയ്താൽ വെർട്ടിക്കൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന ഒരു ലൈൻ ആയിരിക്കും. അത് ഈ ഒരു ലൈൻ, ഈ ഒരു അക്രോസ് ഈ ഒരു ലൈനിലായിരിക്കും വെർട്ടിക്കൽ പ്ലെയിനിൽ മീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലൈനാണ് അതിന്റെ വെർട്ടിക്കൽ ട്രേസ്. നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്നത് വെർട്ടിക്കൽ ട്രേസ് ആണ്. ഓക്കെ, അങ്ങനെ ആദ്യം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ VT എന്ന് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതുവഴിയാണ് സെക്ഷൻ പ്ലെയിനിൽ പാസ് ചെയ്ത് പോകുന്നത്. ഇവിടെ ഡയമെൻഷൻ ചെയ്യാം 60 ഡിഗ്രി. ഞാൻ പറഞ്ഞിരുന്ന ആക്സിസിന്റെ ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, ഇവിടെ നമുക്ക് 60 ഡിഗ്രി ടു HP അല്ലെങ്കിൽ 60 ഡിഗ്രി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആംഗിൾ എടുക്കേണ്ടത്. ഇനി അതിന് പകരം 60 ഡിഗ്രി ടു ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ വേണം 60 ഡിഗ്രി എടുക്കാൻ. അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് മാറിയായിരിക്കും സെക്ഷൻ പ്ലെയിൻ പോകുക. ആൻസർ കംപ്ലീറ്റ് മാറും. അപ്പം എന്തിനോടാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ 60 ഡിഗ്രി ടു HP അല്ലെങ്കിൽ ഗ്രൗണ്ട് രണ്ട് സെയിം ആണ്. 60 ഡിഗ്രി ടു ആക്സിസ് വരുമ്പോൾ ശ്രദ്ധിക്കണം, തിരിച്ചാണ് ആംഗിൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്തു. ഇനി അടുത്തത് ഈ മുകളിലെ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യും. നേരത്തെ പറഞ്ഞാൽ മുകളിൽ ടോപ്പ് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പൊ ആക്ച്വലി ഈ ലൈൻ ഡോട്ടഡ് ആയിരുന്നു വരയ്ക്കേണ്ടത്. നമ്മൾ ആദ്യം ഡാർക്ക് ആക്കി പോയി, അത് ഡോട്ടഡ് വേണം. അതുപോലെ മുകളിലത്തെ ഇവിടം വരെയുള്ള ലൈനും ഡോട്ടഡ് ആയിരിക്കണം. ഈ ലൈനും എന്തായിരുന്നു, ഈ ലൈനും ആക്ച്വലി ഡോട്ടഡ് ലൈനാണ് വരേണ്ടത്. നമ്മളത് ആദ്യം ഒരിക്കലും ഡാർക്ക് ആക്കി വരയ്ക്കരുത്. ഇതും ഡോട്ടഡ് ആക്കി അതിനർത്ഥം കട്ട് ചെയ്ത് പോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ടഡ് ലൈൻസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ഇപ്പൊ നമുക്ക് സെക്ഷനിലെ ഫ്രണ്ട് വ്യൂ ആയി. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സെക്ഷന് ടോപ്പ് വ്യൂ ആണ്. അത് കിട്ടാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്യുന്ന പോയിന്റ്സിന് നമ്പർ ചെയ്യുക എന്നുള്ളതാണ്. സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റിനെ നമ്പർ ചെയ്യും. ഫസ്റ്റ് AP എന്നുള്ള ലൈനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ 1 എന്ന് കൊടുക്കും. ഫ്രണ്ട് കണ്ട് 1' കൊണ്ട് റിപ്രസെന്റ് ചെയ്യും. ദെൻ വിസിബിൾ ആയിട്ടുള്ള ലൈൻ ആദ്യം നോക്കാം. BQ എന്നുള്ള ലൈനാണ് വിസിബിൾ. അതിനെ കട്ട് ചെയ്യുന്നത് നമ്മൾ 2' എന്ന് നെയിം ചെയ്യും. ദെൻ വിസിബിൾ ആയിട്ട് വരുന്നത് ഇവിടെ രണ്ട് ലൈൻ ഉണ്ട്, BC ഉണ്ട്, ബാക്കിൽ CD ഉണ്ട്. BC യെ കട്ട് ചെയ്യുന്നതിന് നമ്മൾ
3' എന്ന് കൊടുത്തു. ഇപ്പൊ വിസിബിൾ സൈഡ് കഴിഞ്ഞു. ഇനി ആ റൗണ്ടിൽ വിസിബിൾ അല്ലാത്ത ഹിഡൻ എഡ്ജസ് നോക്കുമ്പോൾ CD ഉണ്ട്. CD കട്ട് ചെയ്യുന്നത് നമ്മൾ 4' എന്ന് കൊടുത്തു. 4 പോയിന്റായി. അപ്പോൾ ഇവിടെ വരുമ്പം DS ഉണ്ട്. അത് 5'. അങ്ങനെ 5 പോയിന്റ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുക. അതായത് സെക്ഷൻ പോയിന്റ്സ് 5 എണ്ണമാണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ്. സെക്ഷണൽ ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് നോക്കുമ്പോൾ പ്രിസമാണ്. അപ്പൊ ഈ പോയിന്റ്സ് കട്ട് ചെയ്താൽ മുകളിൽ നോക്കുമ്പോൾ എന്തായാലും സെക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ബേസിന് കട്ട് ചെയ്യുന്ന പോയിന്റ് മാത്രം എടുത്താൽ മതി പ്രിസത്തിന്റെ കേസിൽ. പിരമിഡ് നമുക്ക് ചെയ്യാം. പിരമിഡിൽ കുറച്ചുകൂടെ പോയിന്റ്സ് എടുക്കാനുണ്ട്. പ്രിസമാണെങ്കിൽ ബേസിനെ കട്ട് ചെയ്ത പോയിന്റ്സിനാണ് സിഗ്നിഫിക്കൻസ്. ഇപ്പൊ ബേസിനെ കട്ട് ചെയ്യുന്ന BCയും CDയും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഫ്രണ്ട് വ്യൂലെ പോയിന്റ് നേരെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ BCയിലും CDയിലുള്ള പോയിന്റ് ആണ്. അപ്പൊ ഡ്രോപ്പ് ചെയ്യുമ്പോഴും BCയിലും CDയിലേക്ക് ആയിരിക്കാം ഡ്രോപ്പ് ചെയ്യാം. ഫസ്റ്റ് BCയിലെ പോയിന്റ് ആണ് 3. അപ്പൊ 3 നേരെ താഴേക്ക് വരുന്നത് BCയിൽ തന്നെയാണ്. B ഇവിടെ, C ഇവിടെ. അപ്പൊ BCയിൽ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് 3 വരിക. അതുപോലെ CDയിലെ പോയിന്റ് ആണ് 4. അപ്പൊ നേരെ താഴെ CDയുടെ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് 4. ഈ പ്രിസമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി പോർഷൻ ഷെയ്ഡ് ചെയ്യാം. അതായത് ഇതുവഴിയാണ്. ഇവിടെ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഇത്തരം പോർഷൻ കട്ട് ചെയ്ത പോർഷൻ ആയിരിക്കും. ഇവിടെ മാത്രമാണ് കട്ട് ചെയ്യാത്ത പോർഷൻ ഉള്ളത്. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നേരെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. സെക്ഷണൽ ലൈൻസ് ഈ ലൈൻ ആക്ച്വലി കണ്ടീഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാച്ചിങ് ലൈൻസ് വരയ്ക്കുമ്പോൾ XL ലൈന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് വേണമെന്നൊക്കെ. ഇവിടെ ഇല്ല, ഇവിടെ വരെയുള്ള ഇതില്ല. ഓക്കെ, ഇപ്പം സെക്ഷണൽ ടോപ്പ് വ്യൂ ആയി, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആയി, സെക്ഷണൽ ടോപ്പ് വ്യൂ ആണ്. സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ദെൻ ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ ആണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ട്രൂ ഷേപ്പ് വരയ്ക്കാൻ നോക്കാം. അടുത്ത ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്ന ലൈൻ ഉണ്ട്. അതായത് സെക്ഷൻ ലൈന് അല്ലെങ്കിൽ സെക്ഷൻ പ്ലെയിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അതായത് നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടുന്നത് സെക്ഷൻ പ്ലെയിൻ വെച്ച് തന്നെ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷെ അപ്പോൾ ട്രൂ ഷേപ്പ് ചിലപ്പം ഈ ഒരു ഫിഗറായിട്ട് ഓവർലാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇതിന് പാരലായിട്ട് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. മുകളിലോ താഴോട്ടോ വരയ്ക്കാം. ഇവിടെ താഴെയാണ് സ്പേസ്, നമുക്ക് താഴെ വരയ്ക്കുന്നത്. മുകളിൽ സ്പേസ് കുറവായിരിക്കും കിട്ടുക. ഓക്കെ, നമുക്ക് എന്തായാലും മുകളിൽ വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ പ്ലെയിന് പാരലായിട്ട് ഒരു ലൈൻ മുകളിൽ വരയ്ക്കണം. നമുക്കിവിടെ നേരെ പുതിയൊരു റെഫറൻസ് ലൈൻ ഈ സെക്ഷൻ പ്ലെയിന് പാരലായിട്ട് X1 Y1 എന്ന് പറഞ്ഞൊരു റെഫറൻസ് ലൈൻ വരച്ചു. ഇതിന് അടുത്ത് ചെയ്യേണ്ട ഇവിടുന്ന് സെക്ഷൻ പോയിന്റ്സിൽ നിന്നെല്ലാം ഈ റെഫറൻസ് ലൈനിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ വേണം വരയ്ക്കാൻ. ഇവിടെ നമുക്ക് 3 പോയിന്റ് കൂടെയാണ് പാസ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ 5 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് 3 പോയിന്റ്സിന്റെ അതുവഴി പുതിയ റെഫറൻസ് ലൈൻ അതായത് X1 Y1ലേക്ക് പെർപെൻഡിക്കുലൈസ് വരയ്ക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഫസ്റ്റ് 1ന്റെ പെർപെൻഡിക്കുലർ 1ന്റെ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂലെ XY ലൈൻ ടു, അതായത് ടോപ്പ് വ്യൂല് 1 എവിടെ നോക്കുക. ഇവിടെ നമുക്ക് 1 മാർക്ക് ചെയ്തില്ല. ഇവിടെ ആക്ച്വലി 1 എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? PAയിലെ പോയിന്റ് ആണ്. PA ഇവിടെ തന്നെയാണ് വരിക. അപ്പോൾ 1 വരുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. PA ഒരു പോയിന്റ് ആണ്. അപ്പോൾ 1 അവിടെ വരും. ദെൻ 2 എന്ന് പറയുന്നത് BQ, അതായത് ഇവിടെയാണ്. ഇതാണ് പോയിന്റ് 2. ദെൻ 3ഉം 4ഉം കിട്ടി. 5 എന്ന് പറഞ്ഞാൽ DS, ഇതാണ് 5. ഇത് 5ആണ് സെക്ഷൻ പോയിന്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 1ന്റെ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ XY ലൈൻ ടു 1ന്റെ ടോപ്പ് വ്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ്. അതായത് XY ലൈനിൽ നിന്ന് 1 വരെ ഡിസ്റ്റൻസ് എടുത്ത് വേണം 1ന്റെ പെർപെൻഡിക്കുലർ X1 Y1 നിന്ന് മാർക്ക് ചെയ്യാം. B കിട്ടുന്ന പോയിന്റ് ആണ് 1. അതായത് 1ന്റെ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ 1ന്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി XY ലൈൻ തൊട്ട് 1ന്റെ ടോപ്പ് വരെ ഡിസ്റ്റൻസ് എടുക്കുക. X1 Y1 നിന്ന് മാർക്ക് ചെയ്യാം. 1 കിട്ടി. then അടുത്ത് 2ന്റെയും 5ന്റെയും പെർപെൻഡിക്കുലർ 2ന്റെയും 5ന്റെയും പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യുമ്പോൾ 2 മാർക്ക് ചെയ്യാൻ വേണ്ടി XY ലൈൻ തൊട്ട് 2 വരെ ഡിസ്റ്റൻസ് എടുക്കണം. എന്നിട്ട് 2ന്റെ പെർപെൻഡിക്കുലറിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, X1 Y1 നിന്ന് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ആ പോയിന്റ് ആണ് 2 കിട്ടി. അതുപോലെ 5 കിട്ടാൻ വേണ്ടി XY ലൈൻ തൊട്ട് ഈ ഒരു ഡിസ്റ്റൻസ് 5 വരെ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ലൈനിൽ നിന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് 5ഉം കിട്ടി. നമുക്ക് വേണ്ടത് 3ഉം 4ഉം ആണ്. 3 4 നമുക്ക് നോക്കുമ്പോൾ XY ലൈനിൽ നിന്ന് ടോപ്പ് 4ന്റെ ടോപ്പ് ഡിസ്റ്റൻസ് എടുക്കുക. അതിന്റെ പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യുമ്പോൾ
4 എന്നുള്ള പോയിന്റ് കിട്ടും. ദെൻ 3 കിട്ടാൻ വേണ്ടി XY ലൈൻ തൊട്ട് 3 വരെയുള്ള ഡിസ്റ്റൻസ്, XY ലൈൻ തൊട്ട് 3 വരെ ഡിസ്റ്റൻസ് എടുക്കുക. X1 Y1 മുകളിലേക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് 3 കിട്ടി. ഇനി നമുക്ക് 5 പോയിന്റ്സ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 5 പോയിന്റ്സും ജോയിൻ ചെയ്യാനുള്ളതാണ്. ഡാർക്കായിട്ട് തന്നെ ഈ 5 പോയിന്റ്സും ജോയിൻ ചെയ്യാം. ഇവിടെ കിട്ടുന്നതാണ് ആക്ച്വലി ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതിനാണ് ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെക്ഷൻ ചെയ്യും. ഇവിടെ നമ്മൾ X1 Y1 45 ഡിഗ്രി വരുന്ന രീതിയിലാണ് സെക്ഷൻ ലൈൻസ് വരയ്ക്കുന്നത്. ഈക്വലി സ്പേസ്ഡ് ലൈൻസ് വരയ്ക്കുന്ന സെക്ഷൻ ലൈൻസ്. ഇതാണ് ട്രൂ ഷേപ്പ്. അപ്പൊ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആയി, സെക്ഷണൽ ടോപ്പ് വ്യൂ ആയി ആൻഡ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഇത്രയും വരയ്ക്കുമ്പോഴാണ് 20 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. അപ്പൊ നമ്മൾ പ്രിസത്തിന്റെയാണ് വരച്ചത്. പ്രിസത്തിന്റെ നോർമൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെയാണ് വരിക. നമ്മൾ ബേസ് കട്ട് ചെയ്യാതെ ഫുൾ ഇങ്ങനെയാണ് പോയിരുന്നെങ്കിൽ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോകായിരുന്നെങ്കിൽ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഫുൾ സെക്ഷൻ്റെ ആയിരിക്കും. ഇവിടെ മൊത്തം ഷെയ്ഡ് ചെയ്തായിരിക്കും. കാരണം മുകളിൽ നോക്കുമ്പോൾ മൊത്തം ഷെയ്ഡ് ആയിരിക്കും. ഇങ്ങനെ ബേസിനെ കട്ട് ചെയ്യാതെ ഇങ്ങനെ അങ്ങ് പോവാണെങ്കിൽ, ബേസിൽ കട്ട് ചെയ്യുമ്പോൾ ബേസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് മാത്രം താഴേക്ക് എടുക്കുക, ബാക്കി പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക. ദെൻ ഈ ഒരു പറഞ്ഞ മെത്തേഡിൽ ട്രൂ ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, നമുക്ക് പിരമിഡിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ക്ലിയർ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അത് ചെയ്യാം.